KP ബൽറാം സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നിലവിലിരിക്കുന്ന അപ്പെക്സ് കോടതിയും ഹൈക്കോടതിയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠ എന്നെന്നും മൈനറാണെന്നുള്ളതാണ്. അതെന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. ഹിന്ദുക്കളായ എല്ലാ ഹിന്ദുക്കളും ഓർമ്മിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്നെന്നും മൈനറാണ്. ആ ക്ഷേത്രം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ ആ മൈനറുടെ രക്ഷിതാക്കളാണെന്നുള്ളതാണ്. ഈ കാര്യം ഏതൊരു ഹിന്ദുവും മനസ്സിലാക്കേണ്ടതാണ്. ആ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. സ്വന്തം കുട്ടിയുടെ വസ്തുവകകൾ അച്ഛനും അമ്മയും മോഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നടന്നത്. ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും ദേവസ്വത്തെ സംബന്ധിച്ചുള്ള ചില വിധികൾ വായിക്കുമ്പോൾ ആ വിധി എഴുതിയ ജഡ്ജിമാർ ഇതെൻ്റെ സ്വന്തം കുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ വിധി എഴുതുന്നതെന്ന് സങ്കല്പത്തിലൂടെ എഴുതിയ വിധികൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ആ കാഴ്ചപ്പാടിലൂടെയാണ് വിധി എഴുതുന്നത്. കാരണം മൈനറായിരിക്കുന്ന എൻ്റെ കുട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള നിലയിലാണ് കോടതികൾ പലപ്പോഴും വിധി എഴുതി. ഈ അടുത്ത കാലത്ത് പോലും സുപ്രീം കോടതി കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം കൊടുത്തത് ദേവസ്വം കാര്യത്തിൽ, ക്ഷേത്ര കാര്യങ്ങളിൽ വിധി എഴുതുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം, പ്രതിഷ്ഠ മൈനറാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയായിരിക്കണം, അതിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അത് നമ്മൾ ഓർക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്ഥിതി ഇതാണ്. ഇത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. ഞാൻ അംഗമായിട്ടുള്ള ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എൻ്റെ കുട്ടിയാണെന്നുള്ള സങ്കല്പത്തിലായിരിക്കണം. എൻ്റെ മകനോ മകളോ ആളെന്നുള്ള സങ്കല്പത്തിൽ പ്രശ്നം കൈകാര്യം ചെയ്താൽ എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കാനും സാധിക്കും. അവിടെ ആരും തന്നെ ഈ തരത്തിൽ മോഷ്ടിച്ച് കൊണ്ടുപോകാനും തയ്യാറാവില്ല. ആ സങ്കല്പത്തിലായിരുന്നു പ്രതിഷ്ഠ നടത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ അവതരിപ്പിക്കേണ്ട ഏകദേശം എനിക്ക് 25 മിനിറ്റ് സമയമാണ്. അതിനിടയിൽ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ അവതരിപ്പിക്കാം. മലബാറിലെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. മലബാർ ദേവസ്വം, അതായത് മലബാറിലെ ക്ഷേത്ര ഭരണം വളരെ സങ്കീർണമായ രീതിയിലാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് മലബാറിലെ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനം. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രം അല്പം പരിശോധിച്ചാലേ മനസ്സിലാവും. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അന്ന് പണ്ടത്തെ നാട്ടുരാജാക്കന്മാരും വലിയ തറവാട്ടുകാരും പ്രമാണികളും ഒക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചപ്പോൾ അതോടൊപ്പം അവരൊരു കാര്യം ചെയ്തു. ഈ ക്ഷേത്രത്തോടൊപ്പം ക്ഷേത്രത്തിന് കൃഷിഭൂമിയും അല്ലെങ്കിൽ വനഭൂമിയും നൽകി. അതെന്തിനാണ് നൽകിയതെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വരുമാനം എടുത്ത് ക്ഷേത്രം സംരക്ഷിക്കണം. അങ്ങനെ ഈ ക്ഷേത്രം പരിപാലിക്കാനായി ചില ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആ ചുമതലപ്പെടുത്തിയവരെയാണ് ഊരാളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഊരാളന്മാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അച്ഛനോ അമ്മയോ ആണ്, രക്ഷിതാക്കളാണ്. അപ്പോൾ ആ രക്ഷിതാക്കൾ ഈ കുട്ടിയെ എങ്ങനെ പരിപാലിക്കണം, ഈ ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള, കൃഷിഭൂമിയിൽ നിന്നും വനഭൂമിയിൽ നിന്നുള്ള വരുമാനം എടുത്തുകൊണ്ട് സ്വന്തം കുട്ടിയെ എങ്ങനെ നോക്കണം, അതുമാതിരി നോക്കണം എന്നാണ്. ആ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിതമായത്. അങ്ങനെ സ്ഥാപിതമായ ക്ഷേത്രങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മലബാറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്,